ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കപ്പ് കേക്കിനെ കൊണ്ട് നമുക്ക് റിയൽ ആയിട്ട് ഒരു ഫ്ലവർ ബൊക്കെ പോലത്തെ ഒരു ബൊക്കെ എങ്ങനെ ഉണ്ടാക്കാവുന്നത് എന്നാണ്. നമ്മൾ കേക്ക് ബോർഡിൽ ഉണ്ടാക്കുന്ന ഒരു ബൊക്കയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് ബോർഡിലല്ല, നമുക്ക് സാധാരണ ഫ്ലവർ ബൊക്കെ പോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റാവുന്ന ടൈപ്പുള്ളൊരു ബൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ കപ്പ് കേക്ക് ബൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസ് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ബൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയൊരു ബൊക്കെ ആയതുകൊണ്ട് ഒരു 7 കപ്പ് കേക്കിൻ്റെ ബൊക്കെ ഉണ്ടാക്കണേ. അതുകൊണ്ട് 7 പ്ലാസ്റ്റിക് ഗ്ലാസ്. അപ്പോൾ ഗ്ലാസ് നമ്മൾ എടുക്കുമ്പോൾ വായുവട്ടം കുറഞ്ഞ ഗ്ലാസ് ആയിരിക്കണം, അല്ലാന്ന് വെച്ചാൽ നമ്മളെ കപ്പ് കേക്ക് അടിയിലോട്ട് താഴ്ന്നു പോകും. ഇനി നമുക്ക് ഇത് തമ്മിൽ സ്റ്റേപ്പിൾ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്കിപ്പോൾ ഈ 7 കപ്പ് കേക്ക് ഇതേപോലെ ഒരു ഫ്ലവർ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം 2 കപ്പ് കേക്ക്, പിന്നെ 3 കപ്പ് കേക്ക്, 2 കപ്പ് കേക്ക്, അങ്ങനെ നമുക്ക് സ്റ്റേപ്പിൾ ചെയ്തെടുക്കാം. ഇതേപോലെ 2 കപ്പ് കേക്ക് വീതം സ്റ്റേപ്പിൾ ചെയ്തിട്ട് നമുക്ക് ഈ എല്ലാ കപ്പ് കേക്കും കൂടെ ഒന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്തെടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു പൂ പോലെ തന്നെ വട്ടത്തിൽ വെച്ചിട്ട് ഞാൻ എല്ലാം സ്റ്റേപ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന പോലെ ഒരു ബേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെ ബേസ് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് റാപ്പ് പോലെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡിസൈനുള്ള ഷീറ്റാണ്. ഡിസൈൻ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, സാധാരണ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു സ്ക്വയർ ഷീറ്റാണ്. അപ്പോൾ 40 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷീറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ വെക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ പ്ലാസ്റ്റിക് റാപ്പിൻ്റെ അതേ സൈസുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ കളറ് നമ്മുടെ കപ്പ് കേക്കിന് മാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ പേപ്പർ വെക്കുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അതേപോലെ വെക്കരുത്, ആംഗിൾ ഒന്ന് ചെരിച്ചിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കോർണേഴ്സ് കിട്ടണം. ഞാനിപ്പോൾ 2 ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് കോർണേഴ്സ് കിട്ടുന്ന പോലെയാണ് വെക്കുന്നത്. എന്നാലും നമ്മളിത് റാപ്പ് ചെയ്യുമ്പോഴൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 ടിഷ്യൂ പേപ്പറിനല്ല 3-4 ടിഷ്യൂ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും വെക്കുമ്പോൾ ഡിഫറെൻറ്റ് കോർണേഴ്സ് കിട്ടുന്ന പോലെ വെക്കുക. ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ നമ്മുടെ ഗ്ലാസ്സസ് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിന് ചുറ്റും നമുക്ക് ഈ ഗിഫ്റ്റ് റാപ്പ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ നല്ലൊരു വെയിറ്റ് വെച്ചിട്ട് നമുക്കിത് തനിയെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു വെയിറ്റ് അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പും നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിന് ചുറ്റും നമുക്ക് ഗിഫ്റ്റ് റാപ്പ് പോലെ റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് അധികം വരുന്ന ടിഷ്യൂ പേപ്പറും പ്ലാസ്റ്റിക് റാപ്പും കൂടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും നമ്മളിങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക് റാപ്പും ടിഷ്യൂ പേപ്പറും ഒരുമിച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് സെലോ ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിനകത്ത് ഈ പ്ലാസ്റ്റിക് ഗ്ലാസസ് ടൈറ്റായിട്ട് ഇരിക്കണം. ഇപ്പം ഞാൻ കണ്ടോ, എല്ലാ സൈഡും എക്സസ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറും എല്ലാം മടക്കി ഇപ്പം നമ്മുടെ കപ്പ് കേക്ക് അതിനകത്ത് നല്ല ഫിറ്റായിട്ട് ഇരിക്കണ പോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കണ്ടോ, നമുക്ക് ബൊക്കയൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് വെക്കാനുള്ള കപ്പ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 7 ഗ്ലാസ് ആണല്ലോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് 7 കപ്പ് കേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കപ്പ് കേക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ വാനില കപ്പ് കേക്കാണ് എടുത്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ബട്ടർ ക്രീമാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വൈറ്റും പിന്നെ റെഡ് കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ബട്ടർ ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ബട്ടർ ക്രീം, പിന്നെ നമുക്ക് ഇതേപോലെ റെഡ് റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് ബട്ടർ ക്രീം. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റഷ്യൻ ടിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ റഷ്യൻ ടിപ്പ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യുക ഭയങ്കര എളുപ്പമാണ്. ബ്ലൂമിങ് ഫ്ലവർ ടിപ്പ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് കേക്ക് ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതേ ഫ്ലവർ ടിപ്പ് വെച്ചിട്ടാണ് ഞാൻ വൈറ്റ് റോസും അതേപോലെ കുറച്ച് റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള റോസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ലീഫ് ടിപ്പും കൂടെ, വി ടിപ്പ്. അപ്പോൾ ഈ 3 ബട്ടർ ക്രീമാണ് വേണ്ടത്, വൈറ്റ്, ഗ്രീന്, റെഡ്. നമുക്ക് നമ്മുടെ കപ്പ് കേക്കിൽ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ റഷ്യൻ ടിപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പമാണ്. അപ്പോൾ ടിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ഒന്ന് പ്രഷർ റിലീസ് ചെയ്ത് മേലോട്ടേക്ക് എടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തുക, പ്രഷർ റിലീസ് ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്ലവർ നമുക്ക് കിട്ടും. ഇത് ചെറിയ റോസിൻ്റെ ഡിസൈനാണ്. പല ഡിസൈനിലും നമുക്ക് റഷ്യൻ ടിപ്പ് കിട്ടും. വൈറ്റ് റോസിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത റോസ് പൈപ്പ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ വേറൊരു റെഡ് ടിൻ്റുള്ള ഒരു റോസ് കൂടെ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നത്. അല്ല, എപ്പോഴും പറയാറുണ്ട് ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. സ്വേൾ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ റോസസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഡാലിയ, സൺഫ്ലവർ അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റും.
ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ കപ്പ് കേക്കിലൊക്കെ ഇപ്പോൾ വൈറ്റിൻ്റെ ഫ്ലവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ റെഡ് ഫ്ലവേഴ്സ് നമുക്ക് പൈപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ടിപ്പ് ഇട്ടേക്കുന്ന ഒരു പൈപ്പിംഗ് ബാഗിൽ റെഡ് ബട്ടർ ക്രീം നമ്മൾ സൈഡിൽ മാത്രം തേച്ച് കൊടുക്കുക. അതായത് ഒരു ബോർഡർ വരുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് സാധാരണ വൈറ്റ് ബട്ടർ ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവർ ചെയ്തെടുക്കാം. ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പഴയ കേക്ക് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൂവും ചെറുതായതുകൊണ്ട് ചെറിയ ലീഫ് നമുക്ക് ഇടയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കപ്പ് കേക്കിലും ഞാൻ ലീഫ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാം. ബട്ടർ ക്രീം ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ല, ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ടെടുത്താലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റോളം വെക്കാം. ഇനി നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ആ ബേസിലോട്ട് നമ്മളെ കപ്പ് കേക്ക് നമുക്ക് ഇറക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ടിഷ്യൂ ആണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതേ കളർ ടിഷ്യൂ ചെറിയ സ്ക്വയേഴ്സായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ചെറിയ ടിഷ്യൂ ഒരു 2-3 എണ്ണം എടുത്തിട്ട് നമ്മൾ ഈ ഗ്ലാസിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ കപ്പ് കേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ കപ്പ് കേക്ക് ഒരിക്കലും താഴേക്ക് ഇരുന്ന് പോവില്ല ഗ്ലാസ്സിനകത്തേക്ക്. ഗ്രീൻ ടിഷ്യൂ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ ലീഫിൻ്റെ ആ ഒരു കളർ ഉണ്ടാവും. ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ടിന് യൂസ് ചെയ്ത് അതേ ടിഷ്യൂ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ വായവട്ടം ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും അവോയ്ഡ് ചെയ്യാം. കപ്പ് കേക്ക് ശരിക്കും ഗ്ലാസ്സിൽ താഴെ പോവാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, എല്ലാ ഗ്ലാസ്സിലും ഞാൻ കപ്പ് കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവർ ബൊക്കെ പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.